ഓണമായാലും വിഷുവായാലും സദ്യ മസ്റ്റാണ് അല്ലേ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വിഭവങ്ങളൊക്കെ റെഡിയാക്കി വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കുന്നതായിരുന്നു രീതി. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിൽ നിന്നൊക്കെ മാറി കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലധികം സദ്യയൊന്നും ഉണ്ടാക്കാതെ പുറത്തു നിന്നുള്ള സദ്യേനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് അതിനൊരു മാറ്റമൊക്കെ വരുത്തി കുറച്ചൊരു പ്രീ പ്ലാനിങ്ങും മീൽ പ്ലാനിങ്ങും ഒക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തട്ടിക്കൂട്ട് സദ്യ, അത്യാവശ്യം തിരക്കേടൊന്നും ഇല്ലാത്തൊരു രീതിയിലൊരു സദ്യ നമുക്ക് വീട്ടിൽ ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മെനു ആണ് എഴുതി റെഡിയാക്കുന്നത്. നമ്മൾ സദ്യയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിക്കറി, സാമ്പാർ, അവിയൽ, ദാൽ കറി, എരിശ്ശേരി, പയറ് മെഴുക്കുവരട്ടി, ക്യാരറ്റ് തോരൻ, ബീട്രൂട്ട് പച്ചടി, കുക്കുംബർ കിച്ചടി, ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ, പപ്പടം, പിന്നെ പായസം നമ്മുടെ ഇഷ്ടത്തിനുള്ളത്. അപ്പോൾ ഇതെല്ലാം എഴുതിയതിന് ശേഷം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് ഫ്രിഡ്ജിലും പാൻട്രിയിലും ഒക്കെ ഉള്ളത് ചെക്ക് ചെയ്തിട്ട് ഇല്ലാത്തത് നമ്മൾ വാങ്ങി വയ്ക്കുക. അടുത്തതായി സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ നമുക്ക് കറികളിൽ ആവശ്യമാണ്. അതെല്ലാം ഒന്ന് നേരത്തെ തൊലി കളഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. അതുപോലെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് വൻപയർ ആവശ്യമായിട്ടുണ്ട്. അതാവശ്യമായവ ഒരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. നാളെയാണ് സദ്യ റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ ഗ്രോസറി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇനി കവറിൽ നിന്ന് മാറ്റിയിട്ട് വാഷ് ചെയ്ത് തൊലി കളയാനുള്ളതൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്ത് വെക്കുകയാണ്. ചേന, വെള്ളരിക്ക, മത്തങ്ങ, കായൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, കോവയ്ക്ക, ബീൻസ്, പയറൊക്കെ കഴുകാനായിട്ട് വെച്ചിട്ടുമുണ്ട്. അവിയൽ, തോരൻ, കിച്ചടി, പച്ചടി, എരിശ്ശേരി ഇവയ്ക്കൊക്കെ ആവശ്യമുള്ള തേങ്ങ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് സാമ്പാറിനുള്ള പീസസാണ്. ഇപ്പം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി പ്ലേറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുമ്പം ഒരു ബോക്സിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. കിഴങ്ങ്, മത്തങ്ങ, ചേന, വെള്ളരിക്ക, കായ, പയറ്, കോവയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി, ക്യാരറ്റ്, പിന്നെ ചെറിയുള്ളി, പച്ചമുളകും മുരിങ്ങക്കോലും ഇത്രയുമാണ് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. ഇതൊരു കണ്ടെയ്നറിലിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം നാളെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അവിയലിനുള്ളതാണ്. മുരിങ്ങക്കോല്, മത്തങ്ങ, ചേന, വെള്ളരിക്ക, കായ, പയറ്, ക്യാരറ്റ്, അതുപോലെ കോവയ്ക്ക, പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും ഇതും കണ്ടെയ്നറിലിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടി ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത്, പിന്നെ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട്, പച്ചമുളക്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഇത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് വയ്ക്കാം. അതുപോലെ പയറ് മെഴുക്കുവരട്ടി വെക്കാനായിട്ടുള്ള പയർ ഇതുപോലെ ഒടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ള സവാള അരിഞ്ഞത്, പച്ചമുളകും കറിവേപ്പിലയും ഇതും ഇങ്ങനെ റെഡിയാക്കി വെക്കാം നമുക്ക്. അതുപോലെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ടിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഒരു ഹാഫ് ബീട്രൂട്ടിനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ഒരു ചെറിയ കണ്ടെയ്നറിലിട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് പച്ചടിയുടെ നേരമാകുമ്പം ജസ്റ്റ് അതിൻ്റെ അരപ്പുണ്ടാക്കി തൈരൊക്കെ ഒഴിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീ പ്രിപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കുന്നത്. ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ മുളകിൻ്റെയും ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. വൻപയർ സോക്ക് ചെയ്ത് വെച്ചു. പിന്നെ വെജിറ്റബിൾസിൻ്റെ സ്കിന്നൊക്കെ മാറ്റി അരിയാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് ആവശ്യത്തിനുള്ളത് ചിരണ്ടി വെച്ചു. പിന്നെ സാമ്പാറിനുള്ള വെജിറ്റബിൾസും അവിയലിനുള്ള വെജിറ്റബിൾസും അരിഞ്ഞു വെച്ചു. പിന്നെ തോരന് വേണ്ടിയിട്ടുള്ള കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചു. ക്യാരറ്റ്, അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള പയറും സെറ്റാണ്. പിന്നെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടും സെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രീ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റെസിപ്പീസ് നമുക്ക് ഇന്ന് തന്നെ ആ ഒരു തലേന്ന് തന്നെ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്ന് പറയുന്നതൊക്കെ കുറച്ച് മണിക്കൂറുകൾ ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തലേന്ന് തന്നെ വെച്ച് വയ്ക്കാം. അതുപോലെ മാങ്ങ അച്ചാർ, ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറാണ്. ബട്ട് സ്റ്റിൽ നമ്മളത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൊണ്ടൊന്നും എരിവൊക്കെ നന്നായിട്ട് പിടിച്ചതച്ച്. അപ്പം ഞാനത് രണ്ടും ഇന്ന് ചെയ്യുന്നുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി ഇടുക. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ 2-3 പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആദ്യം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിയിലൊന്നും മൂത്ത് നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇതാക്കി എടുക്കുക. അതേ എണ്ണയിൽ തന്നെയാണ് മറ്റ് ഇൻഗ്രീഡിയൻസും എടുത്ത് ഇനി ഇത് ആറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. അതേസമയം കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നു. അതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മിക്സറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇനി ഇതൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കര പാനിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര പാനിയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്, വാട്ടറിയാണ്. അതാണ് ഇഷ്ടമെങ്കിൽ ആ പരുവത്തിലെടുക്കാം. ഇവിടെ ഞങ്ങൾക്ക് കുറച്ചൊന്ന് തിക്കായിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാവുന്നിടം വരെ ആക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ. അപ്പോൾ ഇതാ നല്ല പച്ച കളർ കണ്ടെടുത്ത മാങ്ങയാണ്. പക്ഷേ തൊലി കളഞ്ഞ് നോക്കിയപ്പോഴാണ് ഏകദേശം ഒരു പഴുപ്പിനോടുള്ള മധുരവും ഇല്ല, എന്നാൽ പച്ച പുളിയും അല്ല, ആ രീതിയിൽ നിന്ന് കുറച്ച് പുളിയുമുണ്ട്. അപ്പോൾ എന്തായാലും അച്ചാറാക്കാമെന്ന് കരുതി അപ്പോൾ മാങ്ങ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഡയറക്റ്റ് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകുമ്പോൾ, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാം. കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചിട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ വറവ് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. വിനെഗർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മാങ്ങയ്ക്ക് ആ ഒരു ചെറിയ തോടോട് കൂടി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ റെസിപ്പിയിലേക്ക് പോകാം, എരിശ്ശേരി. അപ്പം നമ്മൾ ഓൾറെഡി പയർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ഇവയെല്ലാം ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് വിസിലടിച്ച് വേവിക്കും. ഇതിൻ്റെ കൂടെ മത്തങ്ങ ഇടാത്തത് ഒരുപാട് വെന്തുടഞ്ഞു പോകുന്നു എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഓരോ സ്ഥലത്ത് കിട്ടുന്ന പയറിൻ്റെ വേവ് അനുസരിച്ച് വിസിൽ തീരുമാനിക്കുക, കുക്കറിൻ്റെ അനുസരിച്ച്. ഞാനിവിടെ ഒരു 2 വിസിലാണ് അടിച്ചിട്ടുള്ളത്. ഇനി വേറൊരു പാത്രത്തിൽ മത്തങ്ങ ഇട്ടിട്ട് ഒന്ന് ഉപ്പിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പയറിലേക്ക് മിക്സ് ചെയ്തു. ഇനി തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴേക്കും വറവിടുക. അതായത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇതും അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി സാമ്പാർ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ വെജിറ്റബിളൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാർ പരിപ്പ്. ഈ പല പരിപ്പ് യൂസ് ചെയ്യാറുണ്ട്, ഞാൻ ഈ പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീസസ് എല്ലാം തന്നെ ഒരുമിച്ചിടുകയാണ്. ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയും ഒന്നും സെപ്പറേറ്റ് ആക്കുന്നില്ല. മൊത്തത്തിൽ സാമ്പാർ പൊടിയും ഉപ്പും കായപ്പൊടിയും ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള നികയ്ക്കുള്ള വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വിസിലടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാണ് കാരണം ഈ ഒരു ഇതിൽ നല്ല രീതിയിൽ എല്ലാ വെജിറ്റബിളും കുക്കായിട്ട് കിട്ടും. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും പെറുക്കി മാറ്റാനുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സാമ്പാറാണ് ഞാൻ വെക്കുന്നത്. ഒരു ഈസി സാമ്പാറാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടെ തക്കാളിക്ക് പകരം പുളി വേണമെങ്കിൽ വാളൻ പുളി യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കടുക് പൊട്ടിച്ച് ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില സോട്ട് ചെയ്തെടുത്തിട്ട് വറവ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈസി സാമ്പാറും റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? വെജിറ്റബിളൊക്കെ ഓൾറെഡി അരിഞ്ഞ് വെച്ചതുകൊണ്ട് ഒന്നും ടെൻഷനില്ല. പെട്ടെന്ന് നമുക്ക് കുക്കറിൽ അടിച്ച് റെഡിയാക്കാവുന്നതാണ് ഈ സാമ്പാറും. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കിയാലോ? അവിയലിന് വേണ്ടി വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തിരിപ്പുണ്ട്. അതിന് വേണ്ടിയുള്ള അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, ജീരകം, നല്ല ജീരകമാണ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അരഞ്ഞു പോവരുത്, ഒന്ന് ജസ്റ്റ് ഒതുങ്ങിയാൽ മാത്രം മതിയാകും. ഇനി വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അടുപ്പിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ കുറച്ച്, അതുപോലെ തന്നെ നികക്ക വെള്ളം മാത്രം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അവിയൽ വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ച് തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും.
വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിയുമ്പോഴേക്കും ഒതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. അതിനുശേഷം കുറച്ച് തൈരാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. തൈര് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഓയിലും കൂടെ, കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചാൽ നമ്മുടെ ഈസി അവിയലും റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട പരിപ്പ് കറി ഉണ്ടാക്കാം. ഈ സദ്യ പരിപ്പ് കറി മറ്റ് സാധാ പരിപ്പ് കറിയെക്കാട്ടിലും വ്യത്യാസമാണ് കേട്ടോ. അതിലുപയോഗിക്കുന്ന പരിപ്പിലാണ് വ്യത്യാസം. ഇതിന് നമ്മൾ ചെറുപയർ പരിപ്പ്, മൂങ്താൽ പരിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ആയാൽ മതി. ആ ഒരു റോസ്റ്റ് ഫീലായി കഴിയുമ്പോഴേക്കും നമ്മളിത് ഓഫ് ചെയ്തിട്ട് കുക്കറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നികക്കെയുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പരിപ്പ് ചാടാതിരിക്കാനായിട്ട്, പുറത്തേക്ക് ചാടി വരാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിന് വേണ്ടി തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ഉപ്പ്, ചെറിയ ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒതുക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പരിപ്പ് കുക്കറിൻ്റെ മുകളിൽ കൂടി ചാടിയിട്ടുണ്ട് കേട്ടോ. അത് അറിയില്ല, ഓയിൽ വർക്കായില്ലായിരിക്കാം. ഓക്കെ, എനിവേ ഇത് നല്ല രീതിയിൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം പരിപ്പ് കേട്ടോ. നല്ല ഒരു മഷി പോലെയുള്ള രീതിയിൽ കടിക്കാൻ കിട്ടരുത്. നമ്മുടെ തേങ്ങയുടെ അരപ്പെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് അരപ്പ് തിളപ്പിക്കുവാണ്. ഇനി ഫൈനലായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ വറവിട്ട് എടുത്ത് പരിപ്പിലേക്ക് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. കട്ട പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. നെയ്യ് ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ലോങ് ബീൻസ് സ്റ്റിർ ഫ്രൈ, അതായത് നമ്മുടെ പയർ മെഴുക്ക് വരട്ടി. അതും വെജിറ്റബിൾ എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കുക. കടുക് പൊട്ടിക്കുക. അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, സബോള ഇതെല്ലാം കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യരുത്. ഇനി ഇത് അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ആ ഒരു ഇതിലാണ് വെന്തെടുക്കേണ്ടത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കലും വെള്ളം ആഡ് ചെയ്യരുത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ കുക്കായി കഴിയുമ്പോഴേക്കും കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ആക്കി വെച്ചും കൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പയർ മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട്. അതിനും അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമല്ലേ. എല്ലാം കൂടെ മൊത്തത്തിലൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കൂടെ ഇച്ചിരി ആഡ് ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, ഇത്രയും മാത്രം മതി. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകും പൊട്ടിക്കഴിയുമ്പോഴത്തേന് ഈ മിക്സ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ മതി. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കുക്കായി കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 1-2 സെക്കൻഡ് ഒന്ന് ഓപ്പണായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ക്യാരറ്റ് തോരനും റെഡി. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ടൊരു ഗ്രേറ്ററിൽ ഇട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ടിലേക്ക് ചേർക്കേണ്ട ഒരു അരപ്പാണ് തേങ്ങയും കുറച്ചൊരു ഇഞ്ചിയും പച്ചമുളകും. ഇനി ഇത് ബീട്രൂട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. കാരണം ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ആവശ്യമെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് അരപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. അതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടാണ് തൈര്, നല്ല ഉടച്ചെടുത്ത തൈര് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി തിളപ്പിച്ചാൽ തൈര് പിരിഞ്ഞു പോകും. ഇതിലേക്ക് ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് വറവിട്ട് കൊടുക്കുകയാണ്. ഉള്ളി ആഡ് ചെയ്യുന്നില്ല. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും. അപ്പോൾ അത് ബീട്രൂട്ട് പച്ചടി റെഡിയായി. ഇനി ഒറ്റൊരു വിഭവമേ ഉള്ളൂ, വെള്ളരിക്ക കിച്ചടി. വെള്ളരിക്ക കിച്ചടിയും കൂടി പെട്ടെന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയുള്ള അരപ്പെന്ന് പറയുന്നത് തേങ്ങ, തൈര്, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളരിക്കയിൽ കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്തതിന് ശേഷം അതിലേക്ക് അരപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ആവി വരുന്ന നേരത്ത്, തിളയ്ക്കരുത്, തീ വളരെ കുറഞ്ഞിരിക്കണം. ഒന്ന് ആവി വന്നെന്ന് കാണുമ്പോഴേക്കും അതിലേക്ക് കടുക് ചതച്ചിട്ട് കൊടുക്കുക. അതാണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം.
അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ആവി വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. കാരണം തേങ്ങയും പിരിഞ്ഞു പോകും, തൈരും പിരിഞ്ഞു പോകും. ഇനി അതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളരിക്ക കിച്ചടിയും റെഡിയായി. ഇനി പപ്പടവും കാച്ചുക, പായസം നമുക്ക് ഇഷ്ടമുള്ളതങ്ങ് ഉണ്ടാക്കി. അപ്പോൾ എന്ത് തോന്നുന്നു, കുറേ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെച്ച് മീൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് മെനു ഒക്കെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഓണസദ്യ സൂപ്പറായില്ലേ? അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. താങ്ക്